ഇത്തരമൊരു ചെയ്ത് ഭൂപതി വീരന്മാർക്ക് ചാഞ്ചല്യം വരുമാറ് ബാണങ്ങളിതാൻ. അന്നേരം ദ്രൗപദികൾ പ്രാണസങ്കടത്തോടെ നിന്ന് കൂടാൻ ഞാൻ ഓടി ഒളിച്ചാരോരോ ഭാര്യയെ മോഹിച്ച് നിന്നുകൂടാൻ ഞാൻ ഓടി ഒളിച്ചാരോരോ ദിശ ഭാര്യയെ മോഹിച്ച് അതിദുഃഖിത ചിത്തത്തോടും വീര്യവും ഉപേക്ഷിച്ചു വാണിടും ശിശുപാലൻ തന്നോട് ചൊല്ലിയിടിനാൻ ചോണിവൻ ജരാസന്ധൻ ഇന്നത് നിരൂപിച്ചു ഖേദിക്ക വേണ്ടാരോവൻ ദൈവത്തിൻ ഗതി കൊണ്ടുവരുന്നത് ദേവൻ ഖേദിച്ചിടരുത് ഇങ്ങനെയുള്ളൂ പാർത്താൽ നരന്മാർ ഓർത്താൽ സുഖ ദുഃഖങ്ങൾ ഇടതൂർന്ന് ഇരിക്കും ഇത് യന്ത്രചക്രങ്ങൾ പോലെയോ കാലഗതികൾ മേലെ മറിഞ്ഞുള്ള കാലത്തിൻ ഗതി തടച്ചിടുവാനാവില്ലാത്ത ഇക്കാലം നമുക്കെല്ലാം ദുഷ്കാലമാകമൂലമൊക്കെയും നാശമിതുക കാലം നമുക്കിത വന്നുകൂടിടും സർവവും ശുഭമാകും നന്ദനന്ദനെയും ജയിക്കാം താനേ തന്നെ ഏറ്റു ഞാൻ 17 സമയം രണമിവൻ തോറ്റില്ല പിന്നെ ഒരു വിധത്തിൽ ജയിച്ചു ഞാൻ തോറ്റതൻ ജയിച്ചതും ഓർത്തുള്ളി വേണിക്കേതോ മാനം അവമാനാവിഭാഗം ദേവനെ വിചാരിച്ചു പോയാലും ശോകമായ ഭാവമുണ്ടിനം വിട്ട് സൗഖ്യമായി വാഴ്ത്തതേയം ഇത്തരം ജലാസന്ധവാക്യത്തെ കേട്ടു ഖേദമൊക്കെ നീക്കി വീര്യങ്ങൾ കൊണ്ട് ശിശുപാലൻ ചെന്നും അന്നരം പൊക്കുവാണിത നൃപന്മാരും ഒന്നൊഴിയാതെ തോറ്റ നേരത്തെ രുക്മിതാനും ഗോവേന പറഞ്ഞിരോ മാധവൻ തന്നെ കൊന്നു ഭൂപതിമാരെ മമകാലികൾ തന്നെ കൊണ്ടുപോയിടുക ഞാൻ അല്ലായിരണ്ടില്ല കുണ്ടിനത്തിൽ വഴിയാണ് ഇങ്ങനെ പ്രതിജ്ഞയും ചെയ്തവൻ പടയോടും മംഗല യദുക്കളോടെ ക്ഷണം നന്ദനോട് ഇങ്ങനെ ചൊല്ലി രുക്മി നന്ദടോ നിന്റെ ദുർമോഹമത്യത്ഭുതം ചേരി ഭൂപാലൻ തന്റെ ഭാര്യയമ്മ സോദരി മോദന നട്ടുകൊണ്ടുപോയി നിന്നാലയത്തിൽ ചെന്ന് ജീവനത്തോട് സൗഖ്യമാവാലാമെന്ന് നിങ്ങളുടെ ഉള്ളിലോർത്താൽ പോലെ ശ്രമം ചെയ്തോർത്താൽ ജീവിച്ചു വാഴാൻ ആശുപത്രിയിലുണ്ടെങ്കിലോ ചൊവ്വയുടെ മത്സോദിൽ തന്നെ അയച്ചാലും അല്ലെങ്കിൽ യമലോകം ലഭിച്ചു വാഴാനിപ്പോൾ മറ്റകം സാധുകൾ പോലല്ല ഞാനും നോക്കലോ ഏവം പറഞ്ഞിരുക്കുകയോ 3 തരം കേവലം കൃഷ്ണൻ തന്നെ മാറത്തു കൊടുത്തിരോ മാധവൻ മന്ദസ്മിതം ചെയ്തുള്ള ശരങ്ങള ബോധരീരനാൻ വിളിച്ചാൻ പിന്നെയും ഒരു വില്ലങ്ങെടുത്ത് രുക്മിയതും അന്നേരം ഇത് വരച്ചിടിനാൻ മുകുന്ദനും പിന്നെയും ഓരോ തരമെടുത്തോരായുധങ്ങൾ മന്ദമെങ്കിനെ ഇത് മുറിച്ചാൻ കൃഷ്ണന്മാരും ആയുധം ഓരോന്നേരം കഴിഞ്ഞോരനന്തരം വേയായ കോപത്തോട് രുക്മിയും അതിനേരം കക്ക-ചർമ്മങ്ങൾ കൈക്കൊണ്ട് അമ്പരെ പൊങ്ങിയിടിന നിർഗമിച്ചപ്പോൾ ഇത് കളഞ്ഞാൻ കൃഷ്ണന്മാരും പാലും മുന്നെടുത്താശു മാധവൻ രുക്മിനേരെ ചീളന്ന് നോക്കുന്നേരം രുക്മിയെ കൊല്ലുമെന്ന് ചേതസി നിരൂപിച്ചു വിദ്യ ചേതസി കാരുണ്യത്താൽ തന്റെ പാദപങ്കജേരുന്നു കണ്ണുനീരോടും കൂടി സാദരമൂർദ്ധനോടായും ചൊല്ലിയിരുന്ന ലോകനാഥ കൃപാവാലിനേ ദുഃഖാവഹ ഏകാത്മകാന്ത മാധവാദുത്താരാതെ മംഗളനായ ഭഗവാനെ സ്വീകരിക്കുന്ന മംഗളമായ ശുഭകർമ്മകാലത്ത് വെച്ച് സോദരൻ തന്നെ കോപിച്ചു വധിക്കുക ഖേദമിന്റെ വിജയമൂലമായില്ല ചേതസ് പരമാർത്ഥ ബോധമില്ലാത്തവൻ ചെയ്ത അപരാധമെല്ലാം കൊണ്ടു കൊള്ളണമേ ഗർജനവാക്യ യുദ്ധം യുദ്ധനിന്നേരം യുദ്ധനെ കാത്തൽ കൃഷ്ണൻ കേതുരങ്കാരും കൊല്ലുന്നു ഇവനേതാനും നിറച്ച് ആദി പോവാൻ കല്ലലോചനം കേട്ടി തക്ഷണം നീശലേശം എല്ലാമേ കരിച്ചവൻ തന്നെ നിരൂപിച്ച് മല്ലലോചനം വിശ്വനായകൻ നിൽക്കുന്നേരം വൈദർഭൻ തന്നെ സൈന്യമെല്ലാമേ ഓടുക്കിയിട്ട് യാദവന്മാരുമായിട്ട് അവിടെ ചെന്നു രാമൻ അന്നേരം വൈരൂപ്യവും വന്ന് ബന്ധനപ്പെട്ട തങ്ങളുടെ ബന്ധുവാകി രുക്മിയെ കണ്ടു രാമൻ കഷ്ടമാണിത് കൃഷ്ണ നീ ചെയ്ത കാര്യം നോക്കാൻ ഒട്ടുമേ നന്നായി നിശ്ചയമിതും പാർത്താൽ ബന്ധുക്കൾ തന്നെ നിരൂപിക്കുക എന്നുള്ളത് ബന്ധുക്കൾ തന്നെ വധിക്കുന്നതിൽ സമം തന്നെ എന്ന് ചൊല്ലിയിട്ട് രാമൻ രുക്മിണൻ ബന്ധനത്തെ മന്ദമിയെ ഒത്തി യാത്രയുമായി പിടിച്ചു രുക്മിണന്മാരുമായ ചന്നേരം പരിമല്ലൻ രുക്മിണിയോടാ യുദ്ധം പറഞ്ഞു വഴി പോലെ ഇന്നിതുകൊണ്ട് നിന്റെ മനസ്സിൽ നല്ലിനൊട്ടും വന്നു പോകരുതേതും ശോകവും
മനോഹരെ മാനാപമാന സുഖ ദുഃഖാതിഭേദങ്ങൾ ഭേദമില്ല മനസ്സേതോന്നിടുന്നത് ജ്ഞാനമറിയതേ ജ്ഞാനഹീനമാമഹംഭാവമുണ്ടാകുന്ന മൂലം മാനുഷ ജനത്തിന് തോന്നുന്നതല്ല പഞ്ചഭൂതാത്മകമായുള്ള ദേഹാദികൾക്ക് ചഞ്ചലമില്ല നിത്യമെന്നോർത്ത് ജനങ്ങൾ ഞാനെന്നും നീയെന്നും ഇതേയുള്ളവെന്നും ജ്ഞാനമില്ലായ കൊണ്ട് തോന്നുന്ന മനസ്സത്തിൽ ദേഹാദി ലോകമെല്ലാം അനിത്യം സുഖദുഃഖ മോഹമാന അപമാനം എന്നിവയോർത്ത് കണ്ടാൽ ആത്മാവിന് ഇവയില്ല നിത്യ നിർമ്മലമത് സ്വാത്മാവ് കൊണ്ട് തന്നെ ആത്മാനമറിയുമ്പോൾ മായായ വിചാരമില്ലായകയാൽ ക്രമം കൊണ്ട് മായാതി ബന്ധമുണ്ടെന്നുള്ളതും വിദ്യയെന്ന് ആയത് വിരോചനെ ചിന്തിച്ചു വഴി പോലെ മായാതി പ്രഭദുഃഖമാതിയെ തിരികെ ഇത്തരം രാമൻ തന്റെ വിജ്ഞാനവാക്യങ്ങളാൽ ചിത്തമൊന്നിലും വീടിനാൾ വൈദർഭ്യം കൊല്ലാതെ കൊല ചെയ്ത യുമയും പിന്നെ തത്ര പിന്നില്ലാതെ വല്ലായ്മയാൽ കൊണ്ടിനാൻ തിരുമുക്കെ ചിത്രമായി ഭോജകണമെന്ന് പേരായ നിർമ്മിച്ചിടിനാൽ മുന്നൻ താൻ പറഞ്ഞതുപോലെ വന്നിടത്തിൽ പോയില്ലെന്ന് കാണാൻ യുദ്ധം ഭൂപതിമാരെ ജയിച്ചു ഉത്തമനായി വൈദഗ്ധ്യോടുകൂടി യാദവസേനയോട് ഒന്നിച്ചു മേഖല പോയി മോദേന ശ്രീമദ്വാരാവതിയിലകം ബുക്കാൻ ദ്വാരകാപുരി നന്നായി ശോഭിപ്പിച്ച് അലങ്കരിച്ച് ആരൂഢ മോദത്തോടും ദ്വാരകാവാസി ജനം കേവലും ഒരുമിച്ച് എതിരേറ്റുകൊണ്ട് കേവലം കൃഷ്ണന്റെ കല്യാണം എന്താണ്? ലോകത്ത് ഒരു പെൺകുട്ടിക്ക് പോലും രുക്മിണിക്ക് വിവാഹ ദിവസം ഉണ്ടായതിൻ്റെ അത്ര ദുഃഖം ഉണ്ടാകരുത്. നല്ലൊരു വസ്ത്രമില്ലാതെ പ്രിയപ്പെട്ട വീട്ടിലുള്ളവരുടെ സ്നേഹ ആശ്വാസങ്ങൾ സ്വീകരിക്കാനുള്ള അവസരമില്ലാതെ ഓടിച്ചെന്ന് ഒരു അമ്പലത്തിൽ ചെന്ന് കത്തെഴുതി കൃഷ്ണനെ വരുത്തി ഒരു യുദ്ധക്കളത്തിൻ്റെ രൂപമുണ്ടാക്കി അവിടെ നിന്ന് ഓടി ഒരു ജീവിതത്തിലേക്ക് കടന്നുകൂടുന്ന ആ ദുഃഖം മേലാൽ മാനവരാശിയിലെ ഒരു പെൺകുട്ടിക്കും ഉണ്ടാകരുത് എന്നും അതിൽ ദുഃഖിതരായ മാതാപിതാക്കൾ മേലാൽ ഈ ലോകത്തുണ്ടാകരുതെന്നുമുള്ള ഒരു മഹാസന്ദേശമാണ് രുക്മിണി സ്വയംവരത്തിൽ കൂടെ നാം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ രുക്മിണി സ്വയംവരം നടത്തി ഇവിടെ 188 കല്യാണം നടത്തി. എല്ലാം കൂടെ 57 2 59 ഭാഗവത സപ്താഹങ്ങളോട് നടത്തിയപ്പോൾ അതിനിടയിലാണ് ഇതെത്രയും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. നിങ്ങളെല്ലാവരോടും അറിയിക്കണം, ആയിരക്കണക്കിന് വിവാഹങ്ങൾ രുക്മിണി സ്വയംവരത്തിലൂടെ ഭാരതത്തിലും ലോകമെമ്പാടും ഉണ്ടാകുവാനുള്ള പ്രാർത്ഥനകൾ സർവശക്തനായ ജഗദീശ്വരനും ഭഗവാൻ ജഗദ്ഗുരുവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദകളിൽ ഞങ്ങളുടെ വാക്കുകൾ പൂജാപുഷ്പം എന്നോണം സമർപ്പിക്കുകയാണ്. ജയ് ശ്രീകൃഷ്ണ.